2021 സീസണിൽ തീർത്തും നിരാശപ്പെടുത്തിയ പരാഗിനെ മെഗാലയത്തിൽ രാജസ്ഥാൻ പക്ഷേ തിരികെ എത്തിച്ചതിനെതിരെ വലിയ വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു. രാജസ്ഥാൻ്റെ കുഞ്ഞു പാവയാണെന്നും ഇവർ ഡാൻസ് കളിക്കാൻ മാത്രമാണ് അറിയാവുന്നതെന്നും ഒക്കെ എന്തിനാണ് ഇനിയും ഈ ടീമിലേക്ക് പരിഗണിക്കുന്നതും എന്നൊക്കെ അന്ന് ആരാധകർ ചോദിച്ചിരുന്നു. അതോടെ പരാഗിനെതിരെ ട്വിറ്ററിൽ ട്രോൾ മഴയും ഉണ്ടായിരുന്നു. KGF 2 ഡയലോഗ് കൂട്ടിച്ചേർത്തൊക്കെയായിരുന്നു അന്ന് പരാഗിനെതിരെയുള്ള ട്രോളുകൾ ഉയർന്നത്. ഞാൻ രാജസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ രാജസ്ഥാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പരാഗിൻ്റെ ചിത്രത്തോടൊപ്പം അന്ന് ട്രോളുകൾ ഉണ്ടായിരുന്നത്. KGF ആ ഹിറ്റ് ഡയലോഗായ ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ എന്ന ആ തരത്തിലുള്ള ട്രോളുകളായിരുന്നു അന്ന് പരാഗിന് നേരെയും ഉണ്ടായിരുന്നത്. അതിനൊപ്പം രാജസ്ഥാൻ്റെ ഉടമകളിൽ ആരെങ്കിലും പരാഗിൻ്റെ ബന്ധുക്കളുണ്ടോ എന്നും ചിലർ ഏതെങ്കിലും രാജസ്ഥാൻ ഉടമകളുടെ രഹസ്യ വീഡിയോയോ മറ്റോ പരാഗിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഒരു ക്വാർട്ട് പോലെ പരാഗിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ അന്ന് പരാഗിനെ വിമർശിച്ചുകൊണ്ട് ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതേസമയം അന്ന് പരാഗിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ആ സമയത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളിംഗ് പരിശീലകനായ ലസിത് മലിംഗയായിരുന്നു. പരാഗിൻ്റെ ഫോമിനെക്കുറിച്ച് വലിയ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ റിയാൻ പരാഗിൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശാല മനസ്സുള്ള താരമാണ് അവൻ. വലിയ അവസരം ഇത്തവണ അവനെ തേടി എത്തിയിട്ടുണ്ടാവില്ല. 5-10 പന്തുകൾ മാത്രമാണ് എല്ലാ മത്സരത്തിലും അവന് ലഭിക്കാറുള്ളത്. അവൻ ശക്തമായി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടോപ്പ് ഓർഡറിലേക്ക് അവനെ എത്തിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം നടത്താനാവും. അതിന് സമയമാവുമ്പോൾ കൃത്യമായി ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അവനിപ്പോൾ ചെറുപ്പമാണ്, ഭാവിയിലെ സൂപ്പർ താരമായിരിക്കും അവനെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലസിത് മലിംഗ പറഞ്ഞത്. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിൽ 8 മത്സരങ്ങളിൽ 7 അർദ്ധശതകം തികച്ച് പരാഗ് തകർത്തടിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു. അതിനുശേഷം രാജസ്ഥാൻ റോയൽസിൽ അതോടെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റവും ലഭിക്കുന്നു. ആ സീസണിൽ അദ്ദേഹം മികച്ച ഫോമോടെ രാജസ്ഥാന്റെ നെടുന്തൂണായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് വീണ്ടും മറ്റൊരു വിവാദത്തിലേക്ക് അദ്ദേഹം ചാടുന്നത്. റിയാൻ പരാഗിന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയാണ് അന്ന് വിവാദമായത്. സെർച്ച് ചെയ്ത കൂട്ടത്തിൽ തന്റെ ആരാധനാപാത്രമായ വിരാട് കോഹ്ലിയുടെ പേരുണ്ടെങ്കിലും 2 നടിമാരെക്കുറിച്ചുള്ള സെർച്ച് ചെയ്ത കാര്യമാണ് പരാഗിനെ അന്ന് വെട്ടിലാക്കിയത്. സാറ അലി ഖാൻ ഹോട്ട്, അനന്യ പാണ്ഡെ ഹോട്ട് എന്നിങ്ങനെയായിരുന്നു യൂട്യൂബിൽ പരാഗ് തിരഞ്ഞതെന്ന് ലീക്കായ ആ സെർച്ച് ഹിസ്റ്ററിയിൽ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴിതാ സഞ്ജു ചെന്നൈയിലേക്ക് പോയതോടെ ടീമിന്റെ മുഴുവൻ സമയ നായകനായി അദ്ദേഹം അവരോധിതനാവുകയും ചെയ്യുന്നു. സഞ്ജു സാംസൺ ടീം വിട്ടതിനു ശേഷം പകരം നായകസ്ഥാനത്തേക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ പരാഗ് ആയിരുന്നില്ലെന്ന അഭിപ്രായമാണ് രവിചന്ദ്ര അശ്വിനുള്ളത്. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ റോയൽസ് ഇത്തവണ പരാഗിൻ ക്യാപ്റ്റൻസിയിൽ ഒരു ശക്തമായൊരു തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നായകനായി വേണ്ടത്ര അനുഭവ സമ്പത്ത് ഇല്ലാത്ത പരാഗിന് അതിന് കഴിയുമോ എന്നാണ് രവിചന്ദ്ര അശ്വിൻ്റെ സംശയം. അപ്പോൾ സഞ്ജു പോയതോടെ കാതലായ മാറ്റങ്ങളോടെയാണ് രാജസ്ഥാൻ റോയൽസ് 2ാം കിരീടം ലക്ഷ്യമിട്ട് ഈ സീസണിൽ ഇറങ്ങുന്നത്. റിയാൻ പരാഗിന് ഒരു നായകനായിക്കൊണ്ട് തിളങ്ങാൻ ഈ കുറി ഒരു കപ്പ് രാജസ്ഥാന് നേടിക്കൊടുക്കാൻ കഴിയുമോ എന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.